ചില രസം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള കാനായിലെ കല്യാണ വിരുന്നാണ് നമ്മൾ വായിച്ചേട്ട സുവിശേഷ ഭാഗം. ഇവിടെ വീഞ്ഞു തീർന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ അവരോട് പറയുകയാണ്, ഭൃത്യരോട് പറയുകയാണ്, അല്ലെ പരിചാരകരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. നമ്മൾ കേട്ടിട്ടുള്ള വളരെ ക്ലാസിക് ആയിട്ടുള്ള മാതാവിന്റെ ഒരു വചനമാണ്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. ഇത് സഭയും വിശുദ്ധ കുർബാനയും എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തില് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നമ്മളോട് പറയുകയാണ്, മറിയം നമ്മളോട് പറയുന്നത്, വിശുദ്ധ കുർബാനയുടെ സ്ത്രീ ആയിട്ടുള്ള പരിശുദ്ധ കന്യാമറിയം നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ എന്ന് തന്നെയാണ് മറിയം പറയുന്നത്. എന്നിട്ട് മാർപ്പാപ്പ നമ്മളോട് ചോദിക്കുകയാണ്, എന്താണ് അവൻ നിങ്ങളോട് പറയുന്നത്? ഈശോ നമ്മളോട് പറയുന്നത് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നാണ്. അതായത് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുവിൻ എന്നാണ് ഈശോ നമ്മളോട് പറയുന്നത് എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളോട് പറയുകയാണ്. നമ്മളോരെ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് ഓർക്കാം, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യും. നമ്മള് ഈ നോമ്പിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തില് ഈശോ നമ്മളോട് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കുവാനും അതുപോലെ തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.